എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഉടനെ എൻ്റെ കൂടെ തന്നെ റൂബി പുറത്തേക്ക് വന്നിട്ടാണ്. അവൾക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നണം, അതുകൊണ്ടാണ് വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് പുറത്ത് കൊണ്ടുപോയി വെക്കണം. അതും നേരം വെളുത്ത് നല്ല വെളിച്ചം വന്നതിന് ശേഷമാണ് അവളെ കൊണ്ട് പുറത്ത് കൊണ്ട് എടുത്തു കൊണ്ടേ വെക്കണം. അപ്പോൾ അവൾ കുറച്ച് നേരം അവിടെ കുത്തിയിരുന്നിട്ടാണ് പിന്നെ പോയിട്ട് നമ്പർ 1 പോണത്. ഇന്ന് എന്തോ വയറിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം, ആൾ വേഗം ഓടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് പുട്ട് ഒരാൾക്ക് പുട്ട്, പിന്നെ ബുൾസൈ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉച്ചക്കുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് ഒരു പനീർ റോള് അല്ലെങ്കിൽ കാത്തി റോളെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പനീറും ഒക്കെ മേടിച്ച് തലേ ദിവസം പനീർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് ഇത്തിരി ക്യാപ്സിക്കം വേണം, പിന്നെ ഒരു മുട്ട ഒരു ലെയറും കൂടി ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. മുട്ട തീർന്നിരിക്കണമായിരുന്നു, അപ്പോൾ മുട്ടയും മേടിച്ച്. അപ്പോൾ അതിൻ്റെ കൂടെ പാല്, തൈര് അങ്ങനെയൊക്കെ മേടിച്ച് അവിടെ വെച്ചെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല, നേരം പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം വീഡിയോ ഞാൻ രാവിലെയാണ് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ടൈം അങ്ങോട്ട് പോയി. എന്നാൽ പിന്നെ അടുത്ത ദിവസത്തേക്കാക്കാം പനീർ റോളെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുട്ടുണ്ടാക്കി. പപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനും പപ്പയും പുട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റോജറിന് ഞാൻ 2 മുട്ട ബുൾസയാക്കി വെച്ച് പാലും കാച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇഷ്ടം കൂടുതലും. പുട്ടാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അതിന് നല്ലത് ഇങ്ങനെ മുട്ടയൊക്കെ കഴിക്കണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവന് വേണ്ടിയിട്ടാണ് ഈ മുട്ട ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. പിന്നെ ഈ ഒരു പാൻ, നമ്മൾ ഈ ബുൾസ ഉണ്ടാക്കുന്ന ചെറിയ പാന് ഏതാണെന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്. ഇത് ഇൻഡസ് വാലിയുടെ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാൻ കാണാൻ പറ്റും. ഇതിൻ്റെ വില എത്രയോ 500 രൂപയിൽ താഴെയാണ് വില വരുന്നത്. നല്ല സൂപ്പർ സംഭവമാണ്. നമുക്ക് നല്ല സ്റ്റൈലായിട്ട് ഈ ബുൾസൈയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് റോജന് മറിച്ചിട്ടിട്ട് ആണ് കൊടുക്കുന്നത്. കാരണം റോജൻ്റെ 2 വശവും മുരിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ മറിച്ചിടുമ്പോഴാണ് എനിക്ക് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ബുൾസൈ ആണെന്നുണ്ടെങ്കിൽ നല്ല വിട്ടിങ്ങോട് പോരും, നോൺ സ്റ്റിക്കിൽ നിന്ന് പോകുന്ന പോലെ വിട്ടു പോരും. ഇത് നമ്മൾ മറിച്ചിടുമ്പോൾ ചിലപ്പോൾ ചരിഞ്ഞ് വീഴും, അപ്പോൾ അതിൻ്റെ സൈഡിൽ പിടിച്ചു പോകും, അങ്ങനെയൊക്കെ വരും. മറിച്ചിടാതെ എടുക്കുന്നതാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ബുൾസൈ ഉണ്ടാക്കി എടുക്കാം. പിന്നെ ഇന്ന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നല്ല ഒരു മന്തി റെസിപ്പി നേരത്തെ ഞാനൊരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇത്തവണ അത് ഉണ്ടാക്കിയപ്പോഴാണ് അത് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട ഒരു മസാല മിക്സിയിൽ അരച്ചെടുക്കണതാണ്. എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുകൊണ്ട് അത് പേസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഏതായാലും മിക്സിയിൽ ഇടുമ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് ചിക്കൻ എടുത്തേക്കുന്നത്. ഒരു 1/2 കിലോ ചിക്കനൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 1/2 കിലോ ചിക്കൻ വെച്ച് ചെയ്യണോണ്ട് തന്നെ വളരെ കുറച്ച് മസാലയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1.5 കിലോ ഇത് ചിക്കനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 വെളുത്തുള്ളി കഷ്ണങ്ങൾ, 1 ഇഞ്ച് ഇഞ്ചി, പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ വെച്ചിട്ട് മുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, ഈ 3 പൊടികൾ, പിന്നെ ഒരു 2.5 ടീസ്പൂണോളം ഏറ്റവും കൂടുതൽ നമ്മൾ കുരുമുളക് പൊടി ചേർക്കണത്. അപ്പോൾ 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഈ 4 പൊടികളും ചേർത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ചിക്കന് ആവശ്യമായ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് 1/2 കപ്പോളം വെജിറ്റബിൾ ഓയിൽ അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളതുകൊണ്ട് അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ ഇവിടെ അധികം എണ്ണ ഇഷ്ടമില്ലാത്തതുകൊണ്ടും, അപ്പോൾ ഇത്തിരി എണ്ണ ഉണ്ടെങ്കിലേ നമ്മുടെ റൈസ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു എണ്ണ കോട്ട് ചെയ്ത് വരുമ്പോഴാണ് മന്തി ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് എണ്ണ എന്തായാലും ഒഴിക്കണം, ഇത്രയും 1.5 കിലോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് വേവിക്കുന്ന ആ പാത്രത്തിൽ തന്നെ നമ്മളതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി ഒരു 1/2-3/4 മണിക്കൂർ വെക്കുക. അപ്പോഴാണ് അതൊക്കെ ഒന്ന് പിടിച്ച് ആ മസാലയുടെ ടേസ്റ്റൊക്കെ കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി സവാളയും ക്യാപ്സിക്കവും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അത് ആദ്യം
അത് ഇളക്കി കൂട്ടണ ആവശ്യമില്ല, മീതിൽ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് നമ്മളിത് മറിച്ചിടുന്ന സമയത്ത് ഇതെല്ലാം താഴേക്ക് പോയിക്കോളും. അപ്പോൾ ആദ്യം അതിൻ്റെ മീതിൽ തന്നെ അത് കിടന്നോട്ടെ, ഇതെല്ലാം വെന്തലിഞ്ഞും കൂടി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതിനെ ഞാനിത് മൂടി മാറ്റി വെച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മളിനി അരി വേവിക്കാനുള്ളത്, അരി സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ട് ദം ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് ഈ ഒരു മന്തി റെസിപ്പിയിൽ. നേരത്തെ നമ്മൾ വറ്റിച്ചെടുക്കുന്ന മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് സെപ്പറേറ്റ് നമ്മൾ വേവിച്ചെടുക്കും അരി. അപ്പോൾ ഇന്ന് ഞാൻ പപ്പയുടെ അടുത്ത് ഇത്തിരി ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം റയൻ്റെ പേരക്കൊക്കെ ഏകദേശം തീർന്ന്, പിന്നെ ഇനി പേരക്ക വേണ്ടെന്നാണ് പറഞ്ഞേക്കണത്. പല്ലെല്ലാം വേദനയായി തുടങ്ങി ഉള്ള പേരക്കയുടെ കുരുവൊക്കെ കടിച്ച് പൊട്ടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് പേരക്ക വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഏതായാലും കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടി മേടിച്ചിട്ടുണ്ട്, ആപ്പിൾ മേടിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ രാവിലെ 6 മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെയൊക്കെ തീരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു 12 മുട്ടയും കൂടി മേടിച്ചു. ഏതായാലും മുട്ട എപ്പോഴും വേണം. ഇപ്പോൾ റൂബിക്കാണെന്നുണ്ടെങ്കിലും മുട്ട ഒന്നുമില്ലെങ്കിൽ മുട്ട എടുത്ത് കൊടുക്കും. പുറത്തെ ഡോഗിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറിയൊന്നുമില്ലെങ്കിൽ പച്ചമുട്ട അങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചോറ് കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മുട്ട എന്ത് തന്നെയായാലും വീട്ടിൽ വേണം. അപ്പോൾ അതുകൊണ്ട് 12 മുട്ട മേടിക്കാൻ പറഞ്ഞ്. ബാക്കിയൊരു 4 മുട്ട നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. 6 മുട്ട മേടിച്ചിട്ട് 2 എണ്ണവും എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ. പിന്നെ ഇതെല്ലാം ബേക്കിംഗ് സോഡയുടെ പാക്കറ്റുകളാണ് കേട്ടോ. അത് 1/4 കിലോ ബേക്കിംഗ് സോഡയാണ് കാണുന്നത് 3 പാക്കറ്റിലായിട്ട്. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ ഒരുപാട് ഉപയോഗമുണ്ട് നമ്മുടെ പച്ചക്കറി കഴുകാനും അതിനൊക്കെ ഇട്ട്, അല്ലാതെ പാചകത്തിന് വേണ്ടിയിട്ടല്ല ബേക്കിംഗ് സോഡ നമ്മൾ മേടിക്കണം. അപ്പോൾ പഴം, ആപ്പിൾ ഇതെല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ പപ്പ അവിടെ സ്വീറ്റ് പൊട്ടറ്റോ കണ്ടതുകൊണ്ട് പപ്പക്ക് അത് ഇഷ്ടമായതുകൊണ്ട് പപ്പ അത് മേടിച്ച്. പിന്നെ അത് നല്ല ചെളിയായിരുന്നു കേട്ടോ. ഒരുപാട് കട്ട പോലെ ചെളി അതിൽ പിടിച്ചിരുന്നതുകൊണ്ട് തന്നെ സിങ്കിൻ്റെ അകത്ത് കുറച്ച് നേരം ഒന്ന് നനച്ചതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് കൈയോടെ തന്നെ ഇങ്ങോട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആവിയിലാണ് ഇപ്പോൾ പുഴുങ്ങണത്. നേരത്തെ ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് പുഴുക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് പല കാര്യങ്ങളും ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇത് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങാൻ പറഞ്ഞു. നേരത്തെ ഞാൻ ഇത് ഇങ്ങനെ തന്നെയാണ് വലിയൊരു പാത്രത്തിലിട്ട് പുഴുങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ആ പീൽ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ആവിയിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മീതിലേക്ക് ഒരിത്തിരി ഉപ്പ് കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക നല്ലതാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ അതും കൂടി ചെയ്തു. കാരണം ഇത് മധുരക്കിഴങ്ങാണ്. അപ്പം നേരിയൊരു ഉപ്പും കൂടി ആകുമ്പോൾ ആ മധുരം ഇത്തിരിയും കൂടി ഇരട്ടിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് കൂടിയിട്ട് അതിൻ്റെ മീതയിലൊക്കെ വിതറി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് എപ്പോഴും ചെയ്യണത്. അത് നല്ലതാണ്. ഇങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തുകൊണ്ട് എനിക്ക് നേരത്തെ ഐഡിയ തോന്നില്ലെന്ന് ഞാൻ ഓർക്കും കേട്ടോ. ഞാനിങ്ങനെ കലത്തിൻ്റെ അകത്തേക്ക് കുറേ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടാണ് പുഴുങ്ങിക്കൊണ്ടിരുന്നത് വെച്ചത്. ഇത് നല്ല ഭംഗിയായിട്ടും അതുപോലെ കഴിക്കാനും പീൽ ചെയ്ത് കഴിക്കാനൊക്കെ വളരെ എളുപ്പം. അപ്പോൾ ഞാൻ കുറച്ച് റൈസില്ലേ ഞാൻ വേവിച്ചത്, ബാക്കി ബിരിയാണിക്ക് എടുത്തതിൻ്റെ ബാക്കി കൂടുതൽ റൈസ് വേവിച്ചതുകൊണ്ട് അത് പ്ലെയിൻ റൈസായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, സെല്ല റൈസ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 കപ്പ് കൂടി ചേർത്താൽ മാത്രം മതി. അതാണ് ഇപ്പോൾ ഞാൻ ഒരേ 1 കപ്പ് സെല്ല റൈസ് മാത്രമാണ് ഇപ്പോൾ വേവിക്കാനായിട്ട് വെച്ചേക്കണത്. മറ്റേത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതിയല്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ചിക്കൻ ക്യൂബ് ഉള്ളതുകൊണ്ട് അത് 2 ഇട്ട് കൊടുത്ത്, അല്ലെന്നുണ്ടെങ്കിൽ അത് ഇടണമെന്നില്ല. അപ്പോൾ ചിക്കൻ ക്യൂബ് ഈ സാധാരണ എല്ലാവരും ആ ഒരു വലിയൊരു പാക്കറ്റിലുള്ള ആ ചിക്കൻ ക്യൂബാണ് സാധാരണ ഇട്ട് കാണുന്നത്. അതിന് ഭയങ്കര വിലയാണ്. ഇത് ഭയങ്കര വില കുറവാണ്, 25 രൂപയ്ക്ക് 10 കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചിക്കൻ ക്യൂബാണ് സാധാരണ മേടിച്ച് വെക്കണം. അതും കൂടി ഇട്ടിട്ട് അതിനെ വേവിക്കാൻ വേണ്ടിയിട്ട് തീ ഓൺ ചെയ്തിട്ടാണ്. നമ്മുടെ റൈസ് കോരി ഞാൻ മാറ്റിയിട്ടുണ്ട്. മറ്റേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത റൈസിനെ കൂടിയിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ റൈസ് വേവിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് മസാലകളൊന്നും ഇട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബേ ലീഫും പട്ട, കറയാമ്പ്, ഏലക്കയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ, ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടി ചേർത്തിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതിനകത്തേക്ക് കൂടുതൽ മസാലകൾ ചേർത്തില്ല. മസാല ചേർത്ത് റൈസ് വേവിച്ചതിൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ അധികം മസാല വേണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഈ കറിക്കകത്ത് ഗരം മസാല ഒന്നും ഇടുന്നില്ല കേട്ടോ. സാധാരണ ഇത്തിരി ഗരം മസാലയൊക്കെ ഇടുമല്ല, ഇതിനകത്ത് ഗരം മസാല ഒന്നും തന്നെ ഇട്ടിട്ടില്ല കറിയുടെ അകത്ത്. റൈസിൻ്റെ അകത്ത് മാത്രമാണ് നമ്മൾ മുഴുവൻ മസാല ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതിനെ മറിച്ചിടണേ. അപ്പോൾ ഈ സമയത്തൊക്കെ ഇത്തിരി ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരുവിധം മൊരിഞ്ഞൊക്കെ വരും. കാരണം അത് അടിവശത്ത് നമ്മൾ ദമ്മിടുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു നല്ലൊരു മൊരുവായിട്ടിരിക്കും. അപ്പോൾ ശരിക്കും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ മന്തി പോലെ തന്നെ കിട്ടുകയും ചെയ്യും.
എന്നാൽ കുറച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ഉൾഭാഗമൊക്കെ സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. എനിക്ക് ഈ ചിക്കൻ മന്തി നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഇനി ഒന്ന് കൂടിയിട്ട് ഉണ്ടാക്കണം. എപ്പോഴും അങ്ങനെയാണ്, ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഉണ്ടാക്കി വെറുപ്പിക്കണ വരെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ റൈസ് ഇതിൻ്റെ മീതിലേക്ക് പകുതി ഇട്ടിട്ട് അത് വെന്ത് നല്ല ഒരു പരുവത്തിലായപ്പോഴത്തേക്ക് അതിൻ്റെ മീതെ പകുതി റൈസ് ഇട്ടിട്ട് ഇതിൽ പച്ചമുളകും കൂടി അതിൻ്റെ മീതയിൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷമാണ് ബാക്കി റൈസ് അതിൻ്റെ മീതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഈ ചിക്കൻ മന്തിയൊക്കെ വെക്കുമ്പോൾ നമ്മൾക്ക് പണി വളരെ കുറവാണ്. സവാള കട്ടിങ്ങില്ല, വറുക്കലില്ല, വഴറ്റലില്ല, ഒന്നുമില്ല, വളരെ സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അധികം ചിലവില്ലെന്ന് വേണം പറയാൻ. ഒരു ചിക്കൻ കറിയും ചോറും ഉണ്ടാക്കുന്ന ചിലവ് പോലും ഈ മന്തി ഉണ്ടാക്കുമ്പോൾ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ബാക്കിയുള്ള റൈസ് കൂടിയിട്ട് അതിൻ്റെ മീതിലൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒരു കോള് കത്തിച്ച് വെച്ച് ഒരു ചെറിയൊരു അത് വേണമെന്നില്ല എങ്കിൽ തന്നെയും എനിക്കതാണ് തൃപ്തി. ചിക്കൻ മന്തിയിൽ ഒരു കോള് കത്തിച്ച് വെക്കണതാണ് എനിക്ക് തൃപ്തി. അപ്പോൾ ഇന്നിപ്പോൾ കോളവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർക്കണത്, ഇന്ന് ഞാൻ ഉണക്ക നാരങ്ങ ഈ റൈസ് വേവിക്കുന്ന സമയത്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വേവിച്ച റൈസല്ലേ ഫ്രിഡ്ജിൽ ഇരുന്ന് വെച്ചതും, അതിൻ്റെ അകത്ത് നമ്മളത് ഇട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ഒരു നാരങ്ങേൻ്റെ ഇടയിൽ ഇരിക്കട്ടെ, ഇങ്ങനെ ആവിയിൽ അതിൻ്റെ ഒരു ഫ്ലേവർ വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് മൂടി ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് മൂടി വെച്ചാണ് കേട്ടോ. പിന്നെ കോള് കത്തിച്ചിട്ട് നേരെ തന്നെ ഞാൻ ഇതിൻ്റെ മീതയിലേക്ക് ചോറിൻ്റെ മീതയിലേക്കാണ് വെച്ചത്. പാത്രം എടുക്കാൻ അപ്പുറത്തേക്ക് പോകണമെന്ന് അത് ഞാൻ ഓർത്തില്ല, ഒരു കുഞ്ഞ് പാത്രം എടുത്ത് വെക്കണമെന്നുള്ളത്. അത് കുഴപ്പമില്ല, കോള് കത്തുമ്പോൾ തന്നെ അതിലുള്ള അഴുക്കുകളെല്ലാം കത്തി തീർന്നു കഴിഞ്ഞ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ടച്ച് ചെയ്തിരിക്കുന്ന ചോറ് ഞങ്ങളുടെ അടുത്ത് മാറ്റിയാൽ മതിയല്ല എന്ന് വിചാരിച്ച്. പിന്നെ അതേ ഒരു അറബിക് സാലഡ് കേട്ടോ. അപ്പോൾ അത് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഉപ്പും ഇത്രയും ചേർത്തിട്ടാണ് ആ അറബിക് സാലഡ് റെഡിയാക്കി. ഇതൊക്കെ 100 വട്ടം ഞാൻ ചെയ്തതാണ്, എങ്കിലും ഞാൻ ഇന്ന് ഇതാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്കത് കാണിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇത് മന്തി റെസിപ്പി നല്ലതാണ് കേട്ടോ. മന്തി റെസിപ്പി ഞാൻ അങ്ങനെ ചെയ്യാത്തൊരു ഇതാണ്. ഭയങ്കര എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിച്ചൊരു മന്തിയാണ്. സാധാരണ ഞാൻ അങ്ങനെ മന്തിയാണെങ്കിൽ ഞാനങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ മന്തി എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ ആ ഒരു അറബിക് സാലഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ജാറ് കഴുകിയിട്ട് നമ്മുടെ മയോണൈസ് ഉണ്ടാക്കാനായിട്ടുള്ള വെളുത്തുള്ളി കുരുമുളകൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് മൂടി വെച്ച്. കാരണം മയോണൈസ് ആൾ വരുമ്പോൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, കഴിക്കാൻ ഇരുന്ന് കഴിയുമ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ. നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പച്ചമുട്ടയല്ലേ, അത് പെട്ടെന്ന് കേടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയും മയോണൈസ് ഞാൻ അവർ വന്ന് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാമെന്ന് വെച്ച് ബാക്കിയുള്ള പണികൾ തീർത്തവിടെ വെച്ച്. ഇനി എണ്ണയും മുട്ടയും മാത്രം ഇട്ടാൽ മതി അതിനകത്തേക്ക്, ഉപ്പും പഞ്ചസാരയും വിനാഗിരിയും എല്ലാം ചേർത്ത് അങ്ങനെ അങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ മന്തി നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ അടിയിലുള്ള ചിക്കൻ പീസുകളെ ഒന്നെടുത്ത് മാറ്റിയിട്ട് ഇത് മൊത്തത്തിൽ അതിൻ്റെ ആ ഗ്രേവി അടിയിലുള്ള ആ എണ്ണ എല്ലാമായിട്ട് റൈസ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പീസുകളെല്ലാം നമ്മൾ മാറ്റി, പീസും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യരുത്. പീസുകൾ പെറുക്കി മാറ്റിയതിന് ശേഷം മാത്രം റൈസ് എല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ അടിയിലുള്ള ആ നല്ല ഒരു ഫ്ലേവറുള്ള ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയുമായിട്ട് നമ്മുടെ റൈസ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വറ്റിച്ചെടുക്കുന്നത് ഇതും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് അത് പണി എളുപ്പമാണ് എങ്കിൽ തന്നെയും എനിക്കെപ്പോഴും ചോറിങ്ങനെ വിട്ട് കിടക്കുന്ന ഇഷ്ടം. വറ്റിച്ചെടുക്കുമ്പോൾ എപ്പോഴും തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോറ് എല്ലാം കട്ട പിടിക്കാൻ തുടങ്ങും കുറച്ച്, പിന്നെ നമ്മൾ ചൂടാക്കണം. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ സെപ്പറേറ്റ് വേവിച്ചിടുമ്പോഴത്തേക്കും ചോറ് നല്ല വിട്ട് കിടക്കും. അപ്പോൾ ചിലത് ഈ ചിക്കൻ സ്റ്റോക്കിൽ തന്നെ റൈസ് വേവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വറ്റിച്ചെടുക്കുന്നത് ഈ മന്തി റെസിപ്പിയിൽ. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കുന്ന മന്തിനേക്കാളും എനിക്കിപ്പോൾ ഇതാണ് ഇപ്പോൾ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനി മയോണൈസ് ആക്കാം, കാരണം എല്ലാവരും കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും കുരുമുളകും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടാകുന്നല്ല, അതിനകത്തേക്ക് ഇത്തിരി ഉപ്പും പഞ്ചസാരയും വിനാഗിരിയും മുട്ടയും എണ്ണയും കൂടി ചേർത്തിട്ട്, അധികം അങ്ങോട്ട് എണ്ണ ചേർക്കാത്തതുകൊണ്ട് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു മയോണൈസ് ഞാൻ ഉണ്ടാക്കാറില്ല. കുറച്ചും കൂടി എണ്ണ ചേർത്താലാണ് നല്ല തിക്കായിട്ട് വരുന്നത്. അപ്പോൾ വീണ്ടും എണ്ണ കഴിക്കണ്ടേന്ന് വെച്ചിട്ട് ഞാൻ ഒരുപാടും കൂടി തിക്കായിട്ട് എടുക്കാറില്ല, ഇത്തിരി ലൂസായിട്ടുള്ളതിന് എടുക്കണം. അപ്പോൾ ഇത്തിരി കൂടി എണ്ണ ഒഴിച്ചു കൊടുത്താൽ കുറേയും കൂടി നല്ല കട്ടിയായിട്ടുള്ള ഒരു മയോണൈസ് കിട്ടും.
അപ്പോൾ മയണൈസ് പല രീതിയിലും ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട വെച്ചിട്ടും കാഷ്യൂനട്ട് വെച്ചിട്ടും ഒക്കെ മയണൈസ് ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട്. അങ്ങനെ പലതും ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും കൊള്ളൂലെന്നാണ് ഇവിടെ പിള്ളേർ പറയണത്. അപ്പോൾ ഇത് ഹെൽത്തിന് നല്ലതല്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മറ്റേതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചത്. പക്ഷേ അതൊന്നും മയോണൈസ് അല്ല, അത് വേറെ എന്തോ സാധനം എന്നാണ് അവർ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുട്ട വെച്ചിട്ട് തന്നെ മയണൈസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിലിട്ടിട്ടാണ് മയണൈസ് എപ്പോഴും അടിക്കേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ അത് ചൂടായി പോവും, പെട്ടെന്ന് മുട്ട വെന്ത് പോവും. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ സെർവ് ചെയ്ത് അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ച് അതിനുശേഷം ചായ സ്നാക്സൊക്കെ കഴിച്ച്. അപ്പോൾ ഈ ചായപ്പൊടി റോജറിൻ്റെ ഫ്രണ്ട് കൊടുത്ത് വിട്ടില്ല എനിക്ക്. ആ ഒരു ചായപ്പൊടിയാണ് വാനില ചായയാണ്, നല്ല ടേസ്റ്റുള്ള ഒരു ചായയാണ് കേട്ടത്. അപ്പം നമ്മളെവിടെ പോകണമെന്ന് പറഞ്ഞ് ഏത് സിനിമ എനിക്ക് അറിയത്തില്ല. എടാ ഏത് സിനിമ? ഡിസൈറാ സിനിമയുടെ പേര് എനിക്കിപ്പോഴും അറിയാം. ഇത് പ്രണവിൻ്റെ സിനിമ കാണാൻ പോകുന്നത്. ഞാൻ റോജന്റെ കോട്ട് സെറ്റൊക്കെ ഇട്ടിട്ടാണ് പോണത് സിനിമക്കൊക്കെ. കോട്ട് സെറ്റ് വേറായാലും ഞാനും പപ്പതേ പുറത്തുണ്ട് സീറ്റ് വേണം. ഞാൻ നേരത്തെ എൻ്റെ ഒരു പാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഇപ്പം ഇനി എനിക്ക് പാൻറ് ഇടാൻ പറ്റത്തില്ല ഈ സമയത്തൊക്കെ. ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ എന്ത് റൂബി കുഞ്ഞ് സങ്കടപ്പെട്ട് കിടക്കണേ. റൂബി കുഞ്ഞ് സമയത്രയും റോജൻ കാണിച്ച് എഴുതരാ. എവിടെയൊക്കെ കാണിച്ച് അല്ല അവൻ്റെ കാണുമ്പോഴാണ് കറക്റ്റ്, അതിൻ്റെ അല്ല പച്ച. ഓക്കെ. ഇപ്പം നമ്മൾ 8 മണിയുടെ മൂവിക്കാ പോണത്. എന്താ ഒരുപാട് നാളായല്ലേ സിനിമക്ക് പോയിട്ട്. റിച്ചാർഡിന് ക്ലാസ് ഉണ്ടായിരുന്നു, ജിമ്മുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിലെപ്പോഴും പോയിക്കൊണ്ടിരുന്ന ചേച്ചി ജിമ്മിൻ്റെ സമയത്ത് പോകാതായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പ്രണവിൻ്റെ ആ സിനിമ കാണാൻ പോണേന്. ഡിസയറേ എങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ പേര്, ഏതായാലും ആ പേര് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ സിനിമ കിടിലനാണ്. പേടിച്ചരണ്ട് എന്തിനാണ് ഇതിന് കൊണ്ടുവന്നതെന്നാണ് ഞാൻ ഇവരോട് രണ്ടുപേരോടും ചോദിച്ചത്. ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഇവർ പറഞ്ഞത് ഇതൊരു ഹൊറർ മൂവിയാണെന്ന്. അയ്യോ ഞാൻ പേടിച്ച് നാശമായി. ഞാൻ ഇവന്മാരുടെ നടുക്കാട് ഇരുന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടൊരു ആശ്വാസം ഉണ്ടായിരുന്നു. സൈഡിലൊക്കെ ആണെങ്കിൽ എനിക്ക് പേടിയായാൻ. അപ്പം അങ്ങനെ സിനിമ തുടങ്ങണതിന് മുമ്പ് ഭയങ്കര ചിരിച്ചൊക്കെ ഇരുന്നെങ്കിലും സിനിമ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ശരിക്കും എനിക്ക് ഭയങ്കര പേടിയായി. റയനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചിരിയായിരുന്നു എൻ്റെ പേടി കണ്ടിട്ട്. അങ്ങനെ സിനിമ ഒരു കണക്കിന് കണ്ട് പുറത്തിറങ്ങി. ഭയങ്കര പേടിയായി പോയിട്ടാ. പിന്നെ നമ്മളുടെ പ്രണവിൻ്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല, അതിഗംഭീരമെന്നേ പറയാനുള്ള. അയ്യോ എന്ത് രസമായിരുന്നു പ്രണവ് അതിനകത്ത്, വളരെ നന്നായിരുന്നു. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ട് തുടക്കത്തിലേ ഇത് കണ്ട് പേടിച്ച് അവസാനം വരെ പേടി തന്നെ ആയിരുന്നു. പിന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടാത്ത രീതിയിലാണ് സിനിമ തീർന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഫൈൻഡപ്പ് ചെയ്യുന്ന ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.